CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ ആലോചന. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്തു. നഗരസഭയിലെ വാർഡുകളിലേക്ക് റോഡ് വികസനത്തിന് തുക നീക്കിവെക്കുന്നതിനെ ചൊല്ലി യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കവുമുണ്ടായി. തച്ചമ്പാറ പാലക്കയം വാക്കോടൻ നിരവ് ഭാഗത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. തിങ്കളാഴ്ച രാത്രി 10ഓടെയാണ് സംഭവം. ശനിയാഴ്ച രാത്രിയാണ് നിലമ്പൂരിൽ നിന്നെത്തിച്ച കൂടും ക്യാമറയും ഇവിടെ സ്ഥാപിച്ചത്. പ്രദേശത്ത് മാസങ്ങളായി പുലി ഭീതി നിലനിൽക്കുന്നുണ്ട്. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എടത്തനാട്ടുകര ചളവയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിവന്നയാളെ എക്സൈസ് സംഘം പിടികൂടി. ഇയാളിൽ നിന്നും 90 കുപ്പികളിലായി സൂക്ഷിച്ച 60 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. കടമ്പഴിപ്പുറം പഞ്ചായത്തിന്റെ വികസന സെമിനാർ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. 2026-27 വർഷത്തേക്ക് 10 കോടി രൂപയുടെ വികസന നിർദ്ദേശങ്ങളാണ് സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടത്. ചെർപ്പുളശ്ശേരി നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ ആലോചന. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്തു. നഗരസഭയിലെ വാർഡുകളിലേക്ക് റോഡ് വികസനത്തിന് തുക നീക്കിവെക്കുന്നതിനെ ചൊല്ലി യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കവുമുണ്ടായി. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിലും ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിലും സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തുന്നതാണ് ആലോചനയുള്ളത്. നഗരനവീകരണം പൂർത്തിയായതോടെ തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ. ഈ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്തത്. സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണെന്നും എന്നാൽ നഗരസഭയ്ക്ക് റോഡ് സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയോടെ സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താമെന്നും ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാമെന്നും സെക്രട്ടറി യോഗത്തെ അറിയിച്ചു. സിഗ്നൽ വെക്കേണ്ടത് PWD തന്നെയാണ്. മറിച്ച് നഗരസഭയ്ക്ക് റോഡ് സേഫ്റ്റി ഫണ്ട് ജില്ലാ കളക്ടർ അനുവദിച്ചു തരുന്ന മുറയ്ക്ക് നമുക്ക് റോഡ് സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ചിട്ട് സിഗ്നൽ വെക്കാം. ഇനി ഇത് രണ്ടുമില്ല എന്നുണ്ടെങ്കിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഏജൻസിയോ മറ്റോ നമുക്ക് തരാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണെങ്കിൽ PWDയുടെ NOCയോട് കൂടിയിട്ട് ചെയ്യാം. അപാകത പരിഹരിക്കാതെയാണ് ടൗൺ വികസനത്തിന്റെ ഉദ്ഘാടനം നടത്തിയതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ വാദിച്ചതോടെ തർക്കമുണ്ടായി. കൂടാതെ നഗരസഭയിൽ മുഴുവൻ വാർഡുകളിലേക്കും റോഡ് നവീകരണത്തിനും മറ്റും തുക വീതം വയ്ക്കുന്നതിൽ വിവേചനം കാണിക്കരുതെന്നും ഇക്കാര്യത്തിൽ മുൻ ഭരണസമിതികൾ സ്വീകരിച്ച നിലപാട് യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ചതും കൗൺസിലിൽ വാദപ്രതിവാദങ്ങൾക്ക് വേദിയായി. 50,000 രൂപയുടെ പ്രൊജക്ടുകൾ ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. 50,000 രൂപയുടെ നോക്കങ്ങളെന്നു കൗൺസിലർമാർ തോണ പറയുകയാണെങ്കിൽ നമുക്ക് രേഖകൾ പരിശോധിക്കാലോ. കിട്ടില്ല, നിന്ന് കിട്ടില്ല, പോവാൻ പറയും. കരഞ്ഞു കരഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വാർഡിലേക്ക് പോവാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് ലാസ്റ്റ് മരിച്ചിരുന്നത്. അതൊന്നും പറയണ്ടല്ലോ. എല്ലാവരും കേവലം 19 വാർഡുണ്ടായിരുന്ന ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് 33 വാർഡായി മാറിയപ്പോൾ നമുക്കുണ്ടായിരുന്ന ആദ്യ വർഷത്തെ വാർഷിക പദ്ധതി അന്നത്തെ നമ്മുടെ 4 കോടി രൂപയാണ്. അപ്പോഴത്തെ ബഹുമാനപ്പെട്ട 33 കൗൺസിലർമാർക്ക് 3 ലക്ഷം രൂപ ലഭിച്ചു എന്നത് സന്തോഷത്തിലുമാണ്. കാരണം 4 കോടിയുടെ എത്ര ശതമാനമാണ് 3 ലക്ഷം ലഭിച്ചത്? ഒരു നയാ പൈസ വായ്പ എടുക്കാതെ 9 കോടി വായ്പ കൊടുത്ത് 9,000 വീട്
ഏത് അധികാരം എന്ന് പറയുന്നത് നല്ല ധാരണയുണ്ട്. ഇവിടെ മൊത്തം വെളുത്തിട്ടില്ല. മൊത്തം എല്ലാവരും വെളുത്തിട്ടുണ്ട് നിങ്ങൾ. പല വാർഡുകളും പല വലിപ്പത്തിലാണ്. 1400 വരെ 700 മുതൽ 1400 വരെ വോട്ടർമാരുടെ വാർഡുകളുണ്ട്. അതിനനുസരിച്ച് ആ വാർഡിന്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. 200 മുതൽ 450 വീട് വരെ ഉള്ള വാർഡുകളുണ്ട്. ഇതെല്ലാം ഒരേ സ്കെയിലിൽ ആക്കിയെടുക്കും. ഇവിടെയൊക്കെ അതിനനുസരിച്ചുള്ള വികസന ആവശ്യങ്ങളുണ്ട്. അതിനനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന 1000 വോട്ടർമാരുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആർക്കും ഒരു എതിർപ്പുണ്ടാവില്ല ആ കാര്യത്തിൽ. എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവരവരുടെ വാർഡിനനുസരിച്ചുള്ള വലിപ്പുണ്ടാവട്ടെ. ആ വലിപ്പമുള്ള വാർഡുകളിൽ ഈ പറയുന്ന ഇത്ര 7 ലക്ഷം രൂപ കൊണ്ടൊക്കെയുള്ള കോൺക്രീറ്റ് പ്രവൃത്തികൾ വളരെ ചുരുങ്ങിയ രീതിയിൽ അവിടെ ഇവിടെ തൊട്ടുവയ്ക്കാനേ പറ്റും. അത്തരം വാർഡുകളുടെ വലിപ്പത്തിനും വ്യാപ്തിക്കും അനുസരിച്ച് ആ വാർഡുകളിലേക്ക് ആവശ്യമായ റോഡുകൾക്കുള്ള ഫണ്ട് അനുവദിക്കണം. അതിന്റെ രാഷ്ട്രീയ വ്യത്യാസം നോക്കുന്നത്. അടിയന്തര കൗൺസിൽ യോഗത്തിൽ 3 അജണ്ടകളാണ് ചർച്ച ചെയ്തത്. നഗരസഭ ചെയർപേഴ്സൺ KT ജംസിയ അധ്യക്ഷയായി. CCN ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഉൾപ്പെട്ട കൊടക്കാട് ശിവക്ഷേത്ര പരിസരത്ത് നിന്ന് പൂഞ്ചിറ ഭാഗത്തേക്കുള്ള പ്രധാന നടപ്പാത പൂർണ്ണമായും തകർന്ന് കാൽനടയാത്ര പോലും അസാധ്യമായ നിലയിലായി. തോടിനും കൃഷിയിടങ്ങൾക്കും ഇടയിലൂടെയുള്ള ഈ പാത കാലങ്ങളായി അവഗണനയിലാണ്. 700 മീറ്ററോളം വരുന്ന ഈ പാത തകർന്നതോടെ പ്രദേശത്തെ 15ഓളം കുടുംബങ്ങളാണ് വൻ യാത്രാ ദുരിതത്തിലായിരിക്കുന്നത്. ഇതിൽ 5ഓളം പട്ടികജാതി കുടുംബങ്ങളും ഉൾപ്പെടുന്നു. മഴക്കാലമായതോടെ വഴി പൂർണ്ണമായും ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ് തോട് പോലെ മാറിയിരിക്കുകയാണ്. അസുഖം ബാധിച്ചാൽ രോഗികളെ പോലും വീടുകളിൽ നിന്നും ആളുകൾ ചുമന്നാണ് പ്രധാന റോഡിലേക്ക് എത്തിക്കുന്നത്. വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ തോട്ടുവരമ്പിലൂടെയുള്ള സാഹസിക യാത്രയാണ് ഏക പോം വഴി. ഒരു നടപ്പാതയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് ഈ വഴി കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരം. കുട്ടികൾക്കാണെങ്കിലും സ്കൂൾ വിട്ട് വരാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമുണ്ട് ഹൈവേന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ ഇവിടെ കാർഷികോൽപ്പന്നങ്ങളിലേക്ക് വളം കൊണ്ടുവരാനും പിന്നെ കാർഷികോൽപ്പന്നങ്ങൾ കയറ്റി കൊണ്ടുപോകാനും ഒക്കെ തലച്ചുമട്ടയായിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഒരു 10-40 വീട്ടുകാരോളം ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. ഹൈവേന്ന് നേരെ പൂഞ്ചിറ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഉള്ള വഴിയാണ് ആവശ്യം. തോടിന്റെ സംരക്ഷണ ഭിത്തിയുടെ കല്ലുകൾ പല ഭാഗത്തും ഇളകി വീണ നിലയിലാണ്. കൈവരികൾ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ വഴി ഉപയോഗിക്കാൻ സാധിക്കാത്തതിനാൽ പൂഞ്ചിറ ഭാഗത്തുള്ളവർക്ക് 1.5 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞു വേണം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ എത്തിച്ചേരാൻ. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി നടപ്പാത കോൺക്രീറ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. മഴക്കാലത്ത് ഞങ്ങൾക്ക് ചെളിയും വെള്ളം കാരണം നടപ്പാതയിലൂടെ നടക്കാൻ പറ്റില്ല. പിന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും പ്രായമായവർക്കും നടക്കാനൊരു നടപ്പാത ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CCN ചത്തല്ലൂർ. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എടത്തനാട്ടുകര ചളവയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിവന്നയാളെ എക്സൈസ് സംഘം പിടികൂടി. ഇയാളിൽ നിന്നും 90 കുപ്പികളിലായി സൂക്ഷിച്ച 60 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. ചളവ സ്വദേശി പനച്ചിക്കുത്ത് വീട്ടിൽ ഗോവിന്ദനെയാണ് മണ്ണാർക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിറക് പുരയ്ക്കുള്ളിൽ ചാക്കുകളിൽ ഒളിപ്പിച്ച നിലയിൽ മദ്യം കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ വഴി ഓർഡർ നൽകുന്നവർക്ക് ബൈക്കിൽ എത്തിച്ച് മദ്യം നൽകുന്നതായിരുന്നു ഇയാളുടെ രീതി. മുൻപും സമാനമായ രീതിയിൽ മദ്യവിൽപ്പന നടത്തിയതിന് ഇയാൾക്കെതിരെ എക്സൈസ് കേസെടുത്തിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷിനെ കൂടാതെ പ്രിവന്റീവ് ഓഫീസർമാരായ ഹംസ, സ്റ്റാലിൻ സ്റ്റീഫൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കൃഷ്ണമൂർത്തി, PU രാജു, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ
ആതിര എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. CCN ചെത്തല്ലൂർ. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ പള്ളിപ്പടി ജംഗ്ഷനു സമീപം മലമ്പാമ്പിനെ പിടികൂടി. തിങ്കളാഴ്ച രാത്രിയാണ് പ്രദേശത്ത് മലമ്പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് സിവിൽ ഡിഫൻസ് സംഘം ഹംസ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി മണ്ണാർക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. CCN ചെത്തല്ലൂർ. തച്ചനാട്ടുകര പാലോട് മൈത്രി പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തെ അർഹരായ കുടുംബങ്ങൾക്കായി റമദാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു. 100 കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ എത്തിച്ചു നൽകിയത്. 12ഓളം പല വ്യഞ്ജനങ്ങൾ അടങ്ങിയ 1000 രൂപയ്ക്ക് മുകളിൽ മൂല്യമുള്ള ഭക്ഷ്യധാന്യ കിറ്റുകളാണ് വിതരണം ചെയ്തത്. മൈത്രി പ്രവാസി കൂട്ടായ്മ ട്രഷറർ ബാബു, അംഗങ്ങളായ മൗഫുൾ, നിസാം എന്നിവർ ചേർന്ന് കിറ്റുകൾ മൈത്രി ക്ലബ് പ്രസിഡന്റ് ഷമീറിന് കൈമാറി. പാലോടും പരിസര പ്രദേശങ്ങളുമായി 100ഓളം പാവപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് നിൽക്കുന്ന എന്നതിന്റെ ഭാഗമായി പ്രവാസികളുടെ കൂട്ടായ്മ 100ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ 12ഓളം വിഭവങ്ങൾ അടങ്ങുന്ന ഭക്ഷ്യധാന്യ കിറ്റുകളാണ് ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാസി കൂട്ടായ്മയുടെ പേരിൽ ഈ നടത്തപ്പെട്ട ഈ ഒരു പരിപാടി 15ഓളം അടങ്ങിയ കിറ്റ് ഒരുക്കാൻ സാധിച്ചു. കൂടെ അത് എല്ലാ വീടുകൾക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതാത് വീട്ടിലേക്ക് നേരിട്ട് എത്തിക്കുക എന്നുള്ളതാണ് പ്രവാസി കൂട്ടായ്മയുടെ ലക്ഷ്യം. കൂടെ അതിന് നാട്ടിൽ നിന്ന് സപ്പോർട്ടായി നിന്ന മൈത്രി ക്ലബ് അംഗങ്ങളോടും ഇവിടെ തടിച്ചുകൂടിയ ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ മൈത്രി ക്ലബ് ഭാരവാഹികളായ അമീൻ, മുസ്തഫ, അസൈനാർ, ഷംസു, ഖാലിദ്, സിദ്ദിഖ്, മുഹമ്മദ് അലി, ഹാരിസ്, ഹനീഫ, കുഞ്ഞാപ്പൻ എന്നിവർ സംബന്ധിച്ചു. CCN ചെത്തല്ലൂർ. 110ന്റെ നിറവിൽ വടശ്ശേരി AUP സ്കൂൾ വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രധാന അധ്യാപിക E. മല്ലികയ്ക്കുള്ള യാത്രയപ്പ് സമ്മേളനവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമാ മുരളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക E. മല്ലിക ടീച്ചർക്ക് സഹപ്രവർത്തകരും മാനേജ്മെന്റും ചേർന്ന് സ്നേഹാദരങ്ങൾ നൽകി. ചടങ്ങിൽ M. രാധാകൃഷ്ണൻ, PK ശോഭന, U. സുഭാഷ്, ബിന്ദു വത്സൻ, V. രഞ്ജിത്ത്, K. മണികണ്ഠൻ, AM അജിത്, സുരഭി, K. പ്രഭാകരൻ, K. രാമദാസൻ, ഗോപാലൻ, മോഹനൻ, മോഹൻദാസ്, ലീല, P. നാരായണ മേനോൻ, E. മല്ലിക, സ്വാതി, ശ്രീദേവി, ബബിത എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. CCN ചെത്തല്ലൂർ. തിരുവേഗപ്പുറം മഹാദേവ ക്ഷേത്രത്തിലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ 3ാം ദിവസം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഞായറാഴ്ച നടന്ന വിശേഷാൽ പൂജകളിലും കലാപരിപാടികളിലും 100 കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. 3ാം ഉത്സവ ദിനത്തിന്റെ ഭാഗമായി ശ്രീഭൂതബലി, കാഴ്ചശി, വേലി എന്നിവ നടന്നു. ക്ഷേത്രസന്നിധിയിൽ അരങ്ങേറിയ ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, പാടകം എന്നിവ സാംസ്കാരിക പൈതൃകത്തിന്റെ മാറ്റുകൂട്ടി. മലിനമായിരിക്കുന്ന ആള് വാങ്ങിയത് മാത്രമല്ല സ്രവം കൊണ്ട് ഈ രാക്ഷസന്മാരുടെ വിളച്ഛേദം ചെയ്തപ്പോ അതിൽ നിന്ന് വമിക്കുന്ന രക്തത്തിനെ കൊണ്ട് ഈ വാളൻ ശുദ്ധീകരിച്ചു. അതാ ഈ യോഗ്യന്മാരായ 14,000 രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ പാകത്തിനുള്ള ആയുധമുറ ആ രാമനുണ്ട് എന്ന് വരികയാണെങ്കിൽ രാമൻ നിസ്സാരക്കാരനല്ല.
ഒന്ന് ആലോചിക്കായിരുന്നു. ആ രാമനോട് എതിർക്കുകയാണോ ഭേദം? എതിർക്കുകയല്ല, അവൻ നിസ്സാരക്കാരനല്ല. എന്താ വെച്ചാൽ ഒരു സംഘം ആൾക്കാർ നേരിട്ട് വന്നപ്പോഴും ഏകാഗിയായി ഈ ആയുധം കൊണ്ട് ഖരാദികളെ നിഗ്രഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തോ ചേര രാമൻ ആരാമെന്ന് അന്വേഷിക്കുന്ന ഭേദം എത്ര രാമത്തുണ്ടെങ്കിൽ അങ്ങ് സൂനായ അങ്ങേക്ക് നയം നല്ലപോലെ ഉണ്ട്. ഞാൻ കൂടാതെ വിവിധ നൃത്തനാട്യങ്ങളും ഉത്സവത്തിന് കൊഴുപ്പേകി. വരുന്ന 26-ാം തീയതിയാണ് പ്രസിദ്ധമായ പള്ളിവേട്ട. അന്ന് ഉച്ചയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ വിപുലമായ ചടങ്ങുകൾ നടക്കും. 27-ാം തീയതി ആറാട്ടോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. CCN പട്ടാമ്പി. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാർ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. 2026-27 വർഷത്തേക്ക് 10 കോടി രൂപയുടെ വികസന നിർദ്ദേശങ്ങളാണ് സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടത്. വികസനം എന്നത് കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തേണ്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ രാജ്യത്തും ആസൂത്രണ പ്രവർത്തനങ്ങൾ ആസൂത്രണം നടത്തി വികസനം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനത്തിനും സംസ്ഥാന സർക്കാരിനും യൂണിയൻ ഗവൺമെന്റിനുമെല്ലാം ഹ്രസ്വകാലത്തേക്ക് അഥവാ ചെറിയ കാലത്തേക്ക് നാം പെട്ടെന്ന് നേടിയെടുക്കേണ്ട ആവശ്യങ്ങൾ നാടിന്റെ വികസന ക്ഷേമ രംഗത്തുണ്ടാകാം. അല്പം സമയമെടുത്ത് നാം ഏറ്റെടുക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങളും ഉണ്ടാകാം. ഇത് രണ്ടിനെയും കൃത്യമായി മനസ്സിലാക്കി അതിനെല്ലാം ഫണ്ട് നീക്കിവെക്കുകയും ആ വികസന പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് വികസനത്തിന്റെ നേട്ടമെത്തിക്കുക എന്നുള്ളതാണ് പൊതുവെ ഉദ്ദേശിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K രാമചന്ദ്രൻ കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ K ശ്രീലത പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് C കൃഷ്ണൻകുട്ടി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ M സുബ്രഹ്മണ്യൻ, K ഗിരിജ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C സ്മിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ്, സവിത എന്നിവരും വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച് ഭാസ്കരൻ, NK സതീഷ്, മുഹമ്മദ് നിഷാദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത്, ടിൻറ്റോ എന്നിവരും സംസാരിച്ചു. ഉദ്ഘാടന സെഷന് ശേഷം നടന്ന ഗ്രൂപ്പ് ചർച്ചയിലും ക്രോഡീകരണത്തിലും വികസന പദ്ധതികളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടന്നു. CCN കടമ്പഴിപ്പുറം. തച്ചമ്പാറ പാലക്കയം വാക്കോടൻ നിരവ് ഭാഗത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. തിങ്കളാഴ്ച രാത്രി 10ഓടെയാണ് സംഭവം. ശനിയാഴ്ച രാത്രിയാണ് നിലമ്പൂരിൽ നിന്നെത്തിച്ച കൂടും ക്യാമറയും ഇവിടെ സ്ഥാപിച്ചത്. പ്രദേശത്ത് മാസങ്ങളായി പുലിഭീതി നിലനിൽക്കുന്നുണ്ട്. പുലിക്കൂടിന്റെ മറ്റൊരു അറയിൽ കെട്ടിയിരുന്ന വളർത്തുനായയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി പോയ വീട്ടമ്മയാണ് പുലി അകപ്പെട്ടത് കണ്ടത്. തുടർന്ന് നാട്ടുകാരും വനം ഉദ്യോഗസ്ഥരും എത്തി. ശനിയാഴ്ച രാത്രിയാണ് നിലമ്പൂരിൽ നിന്ന് എത്തിച്ച കൂടും ക്യാമറയും ഇവിടെ സ്ഥാപിച്ചത്. സമീപവാസിയായ ആക്കാമറ്റം ജോർജ് ജോസഫിന്റെ 5 ആടുകളെ പുലി കഴിഞ്ഞ ദിവസം കൊന്നിരുന്നു. തുടർന്ന് K ശാന്തകുമാരി MLAയുടെ നിർദ്ദേശമനുസരിച്ച് പാലക്കയം ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ K മനോജിന്റെ നേതൃത്വത്തിൽ കൂട് സ്ഥാപിക്കുകയായിരുന്നു. വനത്തിൽ
വനത്തോട് ചേർന്നുള്ള വാക്കോടൻ നിരവ് പ്രദേശത്ത് മാസങ്ങളായി പുലിഭീതി നിലനിൽക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങളെ കാണാതാവുന്നത് ഇവിടെ പതിവാണ്. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് നേരെ വന്യജീവി പാഞ്ഞെടുത്ത സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുരങ്ങ്, കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യവും പ്രദേശത്തുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ 2 പുലികളെ വാക്കോടൻ മലയുടെ താഴ്വരയിൽ നിന്ന് വനം വകുപ്പ് കൂട് സ്ഥാപിച്ച് പിടികൂടിയിരുന്നു. ഡിസംബർ 20-ന് പിച്ചളമുണ്ട വാക്കോടനിൽ നിന്ന് 4 വയസ്സുള്ള പെൺപുലിയും ജനുവരി 24-ന് മച്ചാന്തോട് ചെന്തണ്ട് ഭാഗത്തു നിന്നും 5 വയസ്സുള്ള ആൺപുലിയുമാണ് കൂട്ടിലായത്. ഇവയെ പിന്നീട് ശിരുവാണിയിൽ കേരളമേട് ഉൾവനത്തിൽ തുറന്നുവിട്ടു. 1 മാസത്തെ ഇടവേളയ്ക്കു ശേഷം വീണ്ടും വാക്കോടൻ മലയുടെ അടിവാരമായ നിരവു ഭാഗത്തും മറ്റൊരു പുലി പിടിയിലായത് നാട്ടുകാരിൽ ഭീതിയുണ്ടാക്കുകയാണ്. ഇനിയും പുലികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലെന്ന് നാട്ടുകാർ പറയുന്നു. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ ആലോചന. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്തു. നഗരസഭയിലെ വാർഡുകളിലേക്ക് റോഡ് വികസനത്തിന് തുക നീക്കിവെക്കുന്നതിനെ ചൊല്ലി യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കവുമുണ്ടായി. തച്ചമ്പാറ പാലക്കയം വാക്കോടൻ നിരവ് ഭാഗത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. തിങ്കളാഴ്ച രാത്രി 10ഓടെയാണ് സംഭവം. ശനിയാഴ്ച രാത്രിയാണ് നിലമ്പൂരിൽ നിന്നെത്തിച്ച കൂടും ക്യാമറയും ഇവിടെ സ്ഥാപിച്ചത്. പ്രദേശത്ത് മാസങ്ങളായി പുലിഭീതി നിലനിൽക്കുന്നുണ്ട്. നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എടത്തനാട്ടുകര ചളവയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിവന്നയാളെ എക്സൈസ് സംഘം പിടികൂടി. ഇയാളിൽ നിന്നും 90 കുപ്പികളിലായി സൂക്ഷിച്ച 60 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. കടമ്പഴിപ്പുറം പഞ്ചായത്തിന്റെ വികസന സെമിനാർ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. 2026-27 വർഷത്തേക്ക് 10 കോടി രൂപയുടെ വികസന നിർദ്ദേശങ്ങളാണ് സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.